മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിഷ്ണുജയുടെ ഭർത്താവ് പ്രഭിൻ കസ്റ്റഡിയിൽ. യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലി, പലതരത്തിലുള്ള ആക്ഷേപമാണ് ഈ വിഷയത്തിൽ ഈ കുടുംബം, പെൺകുട്ടിയുടെ കുടുംബം ഭർതൃവീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നത്. ഒന്ന്, നിറത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു. മറ്റൊന്ന്, സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ പീഡിപ്പിച്ചു. ജോലി ഇല്ലായിരുന്നു എന്നതിന്റെ പേരിൽ മാനസികമായി ഉപദ്രവിച്ചു. അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ സംഭവത്തിൽ പോലീസ് ഭർത്താവ് പ്രഭിനെ കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനു, ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ പരാതി വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഭർത്താവ് പ്രഭിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. വ്യാഴാഴ്ചയാണ് മരിച്ച നിലയിൽ വിഷ്ണുജയെ വീട്ടിൽ കാണുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ എളങ്കൂരിലെ പ്രഭിന്റെ വീട്ടിലായിരുന്നു മൃതദേഹം കണ്ടത്. മാനസികമായി വലിയ പീഡനത്തിന് ഈ കുട്ടി ഇരയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നേരത്തെ തന്നെ ഈ വലിയ പീഡനത്തിനിരയായ കാര്യം, ഈ സ്ത്രീധനത്തിന്റെ പേരിൽ, തടിയുടെ പേരിലൊക്കെ വലിയ ചൂഷണത്തിന്, മാനസിക പീഡനത്തിന് ഇരയായ കാര്യം കുട്ടി പിതാവിനോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളോടും കൂട്ടുകാരികളോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തമായി ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നതായി കുട്ടി പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അച്ഛൻ ഇക്കാര്യത്തിൽ ആ കുടുംബവുമായി സംസാരിക്കാൻ നിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. പിന്നാലെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഭർത്താവിനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. മനു, ശരിയായാലും അതായത് വളരെ വേഗത്തിൽ തന്നെ പോലീസ് വിഷയത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനല്ലേ സ്വാലി? തീർച്ചയായും നടപടികൾ ആദ്യം ഈ പരാതി ലഭിച്ച ഉടനെ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവരുമായി ബന്ധപ്പെട്ട ഈ പരാതിയുടെ വിവരങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. അതിന്റെ പിന്നാലെയാണ് പ്രഭിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മഞ്ചേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ കുറ്റക്കാരോ പ്രതികളോ ആണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിനെതിരെയും ഇവർ നടപടി ആവശ്യപ്പെടുന്നുണ്ട്. പ്രഭിന്റെ ഈ മാനസിക പീഡനത്തിന് പ്രഭിന്റെ കുടുംബവും കൂടെ നിന്നതായി ബന്ധുക്കൾ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മനു.